പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ പത്തനംതിട്ട സ്വദേശിനിയും ഇപ്പോൾ വിദേശത്ത് താമസക്കാരിയുമായ ഒരു യുവതിയാണ് ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത്. 2024 ഏപ്രിൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിലെത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ശാരീരികമായി ഉപദ്രവിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നുമാണ് ആരോപണം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ നാടകീയമായാണ് കേരള പോലീസ് രാഹുൽ താമസിച്ചിരുന്ന ഹോട്ടൽ അർദ്ധരാത്രി എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. സാധാരണ ഇത്തരം പീഡന പരാതികൾ ഉയരുമ്പോൾ പൊതുസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകൾ, വലിയ രീതിയിൽ പ്രതിഷേധിക്കാറാണ് പതിവ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മാത്രം കേരളം കാണുന്നത് നേർവിപരീതമായ കാഴ്ചയാണ്. പരാതികളുടെ എണ്ണം കൂടുന്തോറും രാഹുലിന് പിന്തുണയുമായി തെരുവിലിറങ്ങുന്നതും ചാനൽ ചർച്ചകളിൽ ശബ്ദമുയർത്തുന്നതും സ്ത്രീകളാണ് എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. രാഹുലിനെതിരെ മുൻപ് വന്നിട്ടുള്ള പരാതികളിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ പല വെളിപ്പെടുത്തലുകളും നടത്തിയതും സ്ത്രീകളാണെന്നതും വിസ്മരിക്കാൻ കഴിയില്ല. ഇതിനു മുൻപ് വന്ന 2 പരാതികളിലും സമാനമായ സ്ത്രീ പിന്തുണയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ പരാതിയിൽ നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ചപ്പോഴും രണ്ടാമതൊരു യുവതി സമാനമായ പരാതിയുമായി വന്നപ്പോഴും ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഉറച്ചു പറയാൻ കേരളത്തിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് മടിയുണ്ടായിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്ന രാഹുലിനെ ഓരോ അമ്മമാരും ചേർത്ത് നിർത്തിയതും നമ്മൾ കണ്ടതാണ്. ആശാ വർക്കർമാരുടെ സമരപന്തലിലെ രാഹുലിന്റെ ഇടപെടൽ നീതി നിഷേധിക്കപ്പെട്ട അവിടുത്തെ അമ്മമാരെയും വളരെയേറെ സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ പരാതി എത്തുമ്പോഴും അവർ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഒരു കേസിൽ മാത്രം എന്തിനാണ് പോലീസ് ഇത്രയും ആവേശം കാണിക്കുന്നത്? സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കാണിക്കാത്ത ശുഷ്കാന്തിയാണ് ഒരു യുവ എം.എൽ.എയെ കൊടുക്കാൻ പോലീസ് കാണിക്കുന്നതെന്ന് സാധാരണക്കാരായ സ്ത്രീകൾ പരസ്യമായി വിളിച്ചു പറയുന്നു. വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാത്തതും സംസ്ഥാനത്ത് അനുദിനം വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡന കേസുകളിൽ അന്വേഷണം മന്ദഗതിയിലാകുന്നതും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഓരോ സ്ത്രീകളും എടുത്തു പറയുന്നുണ്ട്. ഇത്തരം ഗൗരവമേറിയ കേസുകളിൽ പുലർത്താത്ത ജാഗ്രത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മാത്രം കാണിക്കുന്നത് രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. പരാതി നൽകുന്നവരെയെല്ലാം അന്ധമായി വിശ്വസിച്ച് അതിജീവിത എന്ന പദവി നൽകുന്നതിനോടും ഒരു വിഭാഗം സ്ത്രീകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയുടെ പശ്ചാത്തലവും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും പരിശോധിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ വ്യക്തിഹത്യ നടത്താൻ സ്ത്രീത്വത്തെ ഒരു ആയുധമാക്കുകയാണോ എന്ന് ഇവർ സംശയിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്നുവെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പരാതിയായി മാറുന്നതിലെ രാഷ്ട്രീയ അജണ്ട ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വിവാഹം കഴിക്കാത്ത ഒരു യുവാവിനെതിരെ ഇത്തരം പരാതികൾ ഉന്നയിച്ച് അയാളുടെ ഭാവി തകർക്കാനുള്ള ശ്രമം അപകടകരമായ ഒരു പ്രവണതയാണെന്ന് പല വനിതകളും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കള്ളപ്പരാതികൾ നൽകാൻ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നാളെ തങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും നേരെയും ഉണ്ടായേക്കാം എന്ന ഭയവും സാധാരണപ്പെട്ട ഓരോ വീട്ടമ്മമാരും പ്രകടിപ്പിക്കുന്നുണ്ട്. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കോടതിയിൽ തെളിയുന്നതുവരെ അദ്ദേഹം കുറ്റവാളിയല്ലെന്നും അതിനു മുൻപേയുള്ള ഈ പോലീസ് നാടകങ്ങൾ അപലപനീയമാണെന്നുമാണ് പൊതുവികാരം. മുൻപത്തെ പരാതികളുടെ സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു അവസ്ഥ. ഓരോ തവണയും പരാതികൾ വരുമ്പോൾ രാഹുലിന്റെ പ്രതിച്ഛായ തകരുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. പകരം സ്ത്രീകളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള അനുഭവം വർദ്ധിക്കുകയാണ് ചെയ്തത്. രാഹുലിന്റെ ഇടപെടലുകളിലോ സ്വഭാവത്തിലോ തങ്ങൾക്ക് സംശയമില്ലെന്ന് പറയുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ അദ്ദേഹത്തിന് ചുറ്റും പ്രതിരോധ വലയം തീർക്കുകയാണ്.